ഹലോ ഫ്രണ്ട്സ്, നമ്മളെ പാലക്കാടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. പാലക്കാട് സ്റ്റേഡിയത്തിന് മുന്നിലുള്ള ഒരു സ്ഥലത്താണ് ഈ പരിപാടി തുടങ്ങുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ നയാഗര ഫാൾസിൻ്റെ മാതൃകയാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്കത് നോക്കാം. പാലക്കാട് ഫെസ്റ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതേമാതിരി DJ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ഇത്. ഇവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം. ഇന്നിപ്പോൾ ആളുകൾ കുറവാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ആളുകൾ വന്നുകൊണ്ടിരിക്കും. വൈകിട്ട് ആണ് ഇത് ആരംഭിക്കുന്നത്. 3:30 മുതലാണ് തുടങ്ങുന്നത്. നമുക്കപ്പുറത്ത് ആ ജയൻ്റ് വീലൊക്കെ തിരിയുന്നത് കാണാം. ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ളതാണ്. തൊട്ടപ്പുറത്ത് ഗ്രൗണ്ടിൽ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗംഭീരമായ ഫ്ലവർ ഷോ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്ന ഇതിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഒരാൾക്ക് ടിക്കറ്റ് 120 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. അതേമാതിരി 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇതേ കാശ് കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കണം. നമുക്ക് അകത്തേക്ക് കിടക്കാം. നമുക്ക് ടിക്കറ്റ് ഇവിടെ കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ സ്റ്റെപ്പ് കയറി നമുക്ക് അകത്തേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ കഴിയുന്ന ഒരു ഇടനാഴിയാണ്. നമുക്ക് ഇത് കൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. 2 സൈഡിലും കളർ തീമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കൂടെ നല്ല മുന്നോട്ട് നടക്കാം. ഇവിടെ നമുക്കൊരു ബോർഡ് കാണാം, വണ്ടർ വാട്ടർഫാൾസ് എന്നുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് കടക്കുമ്പോൾ അതിമനോഹരമായൊരു വലിയൊരു റൂമിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. ഒരുപാട് വെറൈറ്റി സാധനങ്ങളാണ് ഇതിലവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് നമുക്കൊരു പൂമ്പാറ്റയെ കാണാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് അതുമാതിരി വേറെയും പൂമ്പാറ്റകളുടെയും തേനീച്ച, അങ്ങനെ ഒരുപാട് അവിടെ നമുക്ക് നോക്കി കാണാം. സ്കോർപ്പിയോ, അത് തേളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ പലതും ചലിക്കുന്നുണ്ട്. ഇവിടെ ഒരു വണ്ട് കാണാം, ചിറക് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം. വളരെ ഭംഗിയായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അതേമാതിരി നല്ല കളർ തീമും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം, ഇതൊക്കെ കടന്നൽ വർഗത്തിൽപ്പെട്ട ജീവിയുടെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇതാ വലിയൊരു ചിത്രശലഭം അവിടെ കാണാം. ഈ പൂക്കളൊക്കെ കാണാൻ വളരെ ഭംഗിയാട്ടോ. വളരെ വലിയ പൂക്കളാണ്. ഒറിജിനലായിട്ട് നമുക്ക് തോന്നും. ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ അതിമനോഹരമാണ്. ഇവിടെ ഒരുപാട് പേര് ഇവിടെ വന്ന് കാണുന്നുണ്ട്. പലരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ 2 സൈഡിലായിട്ടാണ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ പച്ചത്തുള്ളൻ എന്ന് പറയും, ഗ്രീൻ ഹൂപ്പർ. കാണാൻ നല്ല ഭംഗിയാണല്ല. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. എന്തായാലും അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് തുമ്പിയാണ് കേട്ടോ, നമ്മുടെ കല്ലെടുക്ക് തുമ്പിയില്ലേ, ആ തുമ്പിയാണ്. അവിടെ നിന്ന് നമുക്ക് വേറെ ഒന്നിനെ കാണാം. എല്ലാം ശരിക്കും നല്ല ഒറിജിനാലിറ്റി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത്രയ്ക്കും ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബട്ടർഫ്ലൈ വേറെ നമുക്ക് കാണാം. അവിടുന്ന് നമ്മൾ കടക്കുന്നത് പൂക്കൾ കൊണ്ട് സെറ്റ് ചെയ്ത ഒരു ആർച്ചിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അതിമനോഹരമായ ലൊക്കേഷൻ, ഫോട്ടോവിന് പറ്റിയ ലൊക്കേഷനാണ്. ആദ്യം നമ്മൾ കടക്കുമ്പോൾ എന്തായാലും ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്പുറത്തേക്ക് കിടക്കണം. അത്രയും ഭംഗിയാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, അതാ നമ്മുടെ നയാഗര ഫാൾസിൻ്റെ ഒരു മിനിയേച്ചറാണ് അവിടെ ഉണ്ടാക്കിയത്. അതിഗംഭീരമായ നയാഗര ഫാൾസ് ഭയങ്കര ഹൈറ്റിലാണ് നമുക്ക് കാണാൻ. എന്തായാലും അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ താഴെ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഹൈറ്റ് നമുക്കറിയാം. പിള്ളേരെ കണ്ട വെള്ളത്തിൽ അർമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്ന് ആ വെള്ളം ഇങ്ങനെ പാൽ നിറച്ചെത്തിരിക്കൊണ്ട് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിഗംഭീരമായ കാഴ്ചയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ പിള്ളേർക്ക് നന്നായി ഇഷ്ടപ്പെടും. അവിടെ വന്ന് അവർ ശരിക്കും എൻജോയ് ചെയ്യും. അപ്പോൾ എന്തായാലും പിള്ളേരൊക്കെ കൊണ്ടുവരിക, കാണിക്കുക, അവർ അടിപൊളിയായിട്ട് ഒന്ന് എൻജോയ് ചെയ്യട്ടെ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ കാണില്ല എന്ത് രസമായിട്ട് പിള്ളേരെ എൻജോയ് ചെയ്യാണ്. വെള്ളത്തിൽ കിടക്കണവർ നല്ല രസമായിട്ട് അവർ ശരിക്കും ആസ്വദിച്ചിട്ടാണ് അവർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ മാത്രമല്ല, വലിയവരെല്ലാം വെള്ളത്തിലാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ, നമുക്ക് ഒരിക്കലും അവിടെ നിന്ന് പോരാൻ തോന്നില്ല. അത്രയ്ക്കും ഭംഗിയാണത്. കുറച്ച് കഴിഞ്ഞാൽ അത് ലൈറ്റപ്പ് ചെയ്യും. അപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ മനോഹരതയിലേക്ക് അത് കടക്കും. പല വർണ്ണത്തിലുള്ള കളറുകളിലേക്ക് അത് മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ അടിപൊളി പാട്ടുകൾ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കോപ്പിറൈറ്റ് വരുന്ന കാരണം ഞാനെല്ലാം മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. നല്ല പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് ആ പാട്ടും കേട്ടത്. ഇങ്ങനെ ഇവിടെ നിൽക്കാൻ തന്നെ രസമാണ്. കുട്ടികളൊക്കെ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നത് കാണാം. പല വർണ്ണത്തിലുള്ള ലൈറ്റ് കൊണ്ട് ലൈറ്റപ്പ് ചെയ്ത ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യം ലാസ്റ്റ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും കാണാം, അതിമനോഹരമാണത്. പല നിറങ്ങളിലേക്ക് ഈ വെള്ളച്ചാട്ടം മാറിക്കൊണ്ടിരിക്കും.
അതിഗംഭീരമായ ഭംഗിയാണ് അതിന്. അപ്പോൾ എല്ലാവരും കാണണം. ഇവിടെയെല്ലാം ഒരുപാട് വർക്ക് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ലൈറ്റപ്പ് ചെയ്ത് അതിമനോഹരമാക്കും. ഇരുടാവുമ്പോൾ എല്ലാം ലൈറ്റിലായി നിറഞ്ഞു നിൽക്കും. ഇതെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു അതിമനോഹരമായൊരു ഒട്ടകമുണ്ട്. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. അടിപൊളി ഫോട്ടോ എടുക്കാം അതിൻ്റെ കൂടെ നിന്നിട്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഒരു വലിയൊരു വെള്ളച്ചാട്ടം നമുക്ക് വേറെ കാണാം. അതിന് തൊട്ട് മുന്നിലായിട്ട് ഇതാ ഒരു പായക്കപ്പൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പഴയകാല പായക്കപ്പലിൻ്റെ മോഡലാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടം നമുക്ക് കാണാം. അതും നല്ല വലിയ വെള്ളച്ചാട്ടമാണ്. വളരെയധികം ശബ്ദത്തോടു കൂടി വെള്ളം താഴത്തേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് മുകളിലേക്ക് കയറി നിൽക്കാം. അതിനൊരു പ്ലാറ്റ്ഫോം അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ വെള്ളം വീഴുന്ന ആ ശബ്ദം ഭയാനകമായി കേൾക്കാം. അതുമാതിരി നമുക്കവിടെ ഒരു 10 മിനിറ്റോളം നമ്മൾ നിന്നാൽ നനഞ്ഞ് കുളിച്ചു പോകും. കാരണം അത്രയ്ക്കും വെള്ളമാണ് നമ്മുടെ മേലേക്ക് സ്പ്രേ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. താഴെ ശരിക്കും വെള്ളം വീണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു തടാകം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായൊരു രംഗമാണ് നമുക്കിവിടെ. അതും ഫോട്ടോഷൂട്ടിന് പറ്റിയ അടിപൊളി ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടുന്ന് നമ്മൾ നേരെ കിടക്കുന്ന ഒരു ഹോളിലേക്കാണ്. നമുക്ക് ഫസ്റ്റ് ഒരു ബുക്ക് സ്റ്റാൾ കാണാൻ കഴിയും. പിന്നെ ഒരു മസാജിങ് സെൻറ്ററിൻ്റെ ഒരു വിൽക്കുന്ന ഒരാളുടെ സ്റ്റാള്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നടക്കുമ്പോൾ നമുക്ക് കുറേ കത്തികൾ, മടകൾ, അങ്ങനെ കുറേ വീട്ടാവശ്യത്തിനുള്ള ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നത് നല്ലൊരു അടിപൊളി സ്റ്റാൾ കിട്ടും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ആവശ്യമായിട്ട് വരും. പിന്നെ കുറേ കളിപ്പാട്ടങ്ങളും ഫാൻസി സ്റ്റോർ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഇതാ അച്ചാറുകൾ, വിവിധ തരം അടിപൊളി അച്ചാറുകൾ കേട്ടോ. അതേ പോകുമ്പോൾ ആ മണം കിട്ടുമ്പോൾ തന്നെ നമുക്ക് മേടിക്കാൻ തോന്നും. അത്രയും നല്ല അടിപൊളി അച്ചാറുകൾ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് മുട്ടായികളാണ്. അവിടെ നൊസ്റ്റാൾജിയ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്ന പഴയകാല കുറേ ടൈപ്പ് മുട്ടായികളുടെ പാക്കറ്റുകൾ കാണാം. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം നമ്മൾ പണ്ട് കാലത്തൊക്കെ കഴിച്ചിരുന്ന അതേപോലത്തെ കുറേ മുട്ടായികൾ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ പിന്നെ ഊട്ടി ബർക്കി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ മധുരമുള്ള സാധനങ്ങളാണ്. അതിൻ്റെ കൂടെ കൊണ്ടാട്ടമുണ്ട്. നമുക്ക് അവിടെ നിന്ന് തിരിഞ്ഞാൽ പിന്നെയും വേറെ സ്റ്റാൾ കാണാം. അതേമാതിരി ഇതിലധികം ഈ ലേഡീസിന് ആവശ്യമായ ഒരുപാട് കാര്യങ്ങളാണ് അവിടെ ആ സ്റ്റാളിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കാണാം ചെരുപ്പുകളാണ്. വിവിധ തരത്തിലുള്ള ഒരുപാട് ചെരുപ്പുകൾ ഇവിടെ സ്റ്റാളിലുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ പൊട്ടുകൾ ഒക്കെ ലേഡീസിന് വേണ്ടിയിട്ടുള്ളതാണ് അധികം. വിവിധ തരത്തിലുള്ള ഒരുപാട് തരം പൊട്ടുകൾ ഇവിടെ കാണാം. പിന്നെ നമ്മൾ അവിടെ തിരിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് ഐറ്റങ്ങളാണ് കേട്ടോ. ഒരുപാട് വിവിധ തരത്തിലുള്ള നമ്മൾ കാണാത്ത അതുമായിട്ടുള്ള ചീർപ്പുകളും പിന്നെ കുറേ സാധനങ്ങളുണ്ട്. ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് കണ്ടാൽ പേടിക്കാതെ തോന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. പിന്നെ ഇവിടെ ഫോട്ടോസാണ്. നമ്മൾ ഫോട്ടോ കൊടുത്താൽ ലൈവായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിമിൽ അത് ഫ്രെയിം ചെയ്ത് തരും. പിന്നെ നമുക്കിവിടെ ഐസ്ക്രീമിൻ്റെ ഒരു സ്റ്റോളുണ്ട്. വിവിധ തരത്തിലുള്ള ഐസ്ക്രീമുകൾ നമുക്കിവിടെ കിട്ടും. അത് കഴിഞ്ഞാൽ ഫുഡിൻ്റെ സ്റ്റാളാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഇവിടെ നമുക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ നമുക്ക് ബാഗുകളുടെ സ്റ്റാൾ കാണാം. പുതിയ തരത്തിലുള്ള ലേഡീസ് ബാഗുകൾ, ഒരുപാട് ടൈപ്പ് ബാഗുകൾ അവിടെ ഉണ്ട്. ഇവിടെ ടീഷർട്ട്, അതുമാതിരി ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സുകളും എല്ലാം ഇവിടെ കാണാം. ഇത് പിന്നെ ബെൻ മസ്കയും ഇറാനിച്ചായും ഇപ്പോൾ നമ്മൾ റോഡ് സൈഡിലൊക്കെ പല ഭാഗത്തും നമ്മൾ കണ്ടുവരുന്നതാണ് ഈ ബെൻ മസ്ക. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റാള് ഉണ്ട്. ഇത് ക്ലോത്തുകളാണ്. നല്ല ബെഡ്ഷീറ്റുകളുടെ സ്റ്റാളാണ്. വിവിധ തരത്തിലുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് ബെഡ്ഷീറ്റുകൾ നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ കഴിയും. നെക്സ്റ്റ് സ്റ്റോൾ എന്ന് പറയുന്ന ഗെയിമിൻ്റെ ആണ്. 60 രൂപ കൊടുത്ത് നമുക്ക് റിങ് തരും. 6 പ്രാവശ്യം അറിയാം. അതിലെന്ത് നമുക്ക് കിട്ടുന്നത് നമുക്ക് സ്വന്തമാണ്. പിന്നെ ഒരു അഗ്രികൾച്ചറിൻ്റെ സ്റ്റാള്, ചെടികളും വിത്തുകൾ അങ്ങനെ ആയിട്ടാണ്. പിന്നെ അത് നോക്കിയാൽ പ്ലാസ്റ്റിക്കിൻ്റെ കളിപ്പാട്ടങ്ങൾ ഇറങ്ങിയ വേറെ സ്റ്റാളും
അവിടെ പിന്നെ കുട്ടികൾ കളിക്കുന്ന സ്റ്റാളാണ് അതെല്ലാം. അങ്ങനത്തെ 2-3 സ്റ്റാൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് നമുക്ക് കുട്ടികൾക്കുള്ള ഒരുപാട് ഗെയിമുകൾ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. കണ്ടോ, ജയന്റ് വീല്, ഊഞ്ഞാല്, അതേമാതിരി തോണി, എല്ലാം കുട്ടികൾക്കുള്ള ട്രെയിൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും കുട്ടികളെ കൊണ്ടുവരിക, ഇതെല്ലാം കാണിക്കുക, അവർ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട്. പിന്നെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ കളർഫുള്ളായിട്ടുള്ള വെള്ളച്ചാട്ടം നമുക്ക് കാണാം. ഇത് കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് ഫുൾ ലൈറ്റപ്പ് ചെയ്തിട്ടുള്ള വെള്ളച്ചാട്ടം എന്തായാലും കാണണം. ലാസ്റ്റ് ഞാനിത് ഇടുന്നുണ്ട്, അത് അടിപൊളിയാണ്, കാണാതിരിക്കരുത്. ഫെബ്രുവരി 16-ാം തീയതി വരെ ഇതിവിടെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ദൂരെയാണെങ്കിലും നിങ്ങളൊക്കെ വന്ന് കാണുക, കുട്ടികളൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക, അവരൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യട്ടെ. മൈ ബറ്റാലിയൻ 69 ഈ യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കുകൾ ചെയ്യുക, അതേമാതിരി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ ക്ഷണിച്ചു കൊള്ളുകയാണ്.